2024 ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പടങ്ങൾ പൊട്ടിച്ചത് നമ്മുടെ ധ്യാൻ ചേട്ടനാണ്. അങ്ങനെ ധ്യാനെ 2024 ഇട്ട ചീറ്റിപ്പോയ ഒരു ഓലപ്പടക്കാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. കഥയിലെ ഹീറോയായ ജോസൂട്ടിയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഓടി നടന്ന എല്ലാവർക്കും നന്മ ചെയ്യുന്നോണ്ട് നാട്ടുകാർക്കിടയിൽ അവന്റെ പേര് നന്മ ജോസ്. അപ്പൊ പറഞ്ഞു വന്നത് ശോശാമക്കും മക്കൾക്ക് ഒരു വീട്. അതെ, ഇവിടുത്തെ പാർട്ടിക്കാർക്കും പഞ്ചായത്തുകാർക്കും കഴിയാത്തത് നമുക്ക് കഴിയണം. വില്ലന്മാർക്കിടയിലാണ് ആളുടെ പേര് ഡേഞ്ചർ ജോസ്. ഈ ഒരു അക്ഷരം വേണ്ടിയ തല്ലുകൊന്ന് പുഴ തള്ളും പാട്ടി. പക്ഷെ കാന്താരിയുടെ മുമ്പിലാണെങ്കിലോ അണ്ണൻ വെറും പൂക്കി ജോസ്. നമ്മുടെ സ്വർഗ്ഗാണോ അല്ലയോ? ഇനി നമുക്ക് കഥയിലേക്ക് വരികയാണെങ്കിൽ ഒരു മലയുടെ മണ്ടയിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന നമ്മുടെ ജോസേട്ടനും കൂട്ടരും. ഈ മലമുകളിൽ കൊണ്ടുവന്ന് LP സ്കൂൾ വെച്ചാൽ ഈ പിള്ളേർ എങ്ങനെ കേറി വരും സാറേ? അവിടെ അന്നേ ദിവസം രാത്രി നമ്മുടെ കഥയിലെ വില്ലൻ ആംഗ്രി ഫ്രെഡി വരും. എന്നിട്ട് നമ്മുടെ ജോസേട്ടനെ അങ്ങ് വരട്ടും. നിനക്ക് ഏത് കൊമ്പത്ത് പിടിയുണ്ടാലും ഏത് മാളത്തിൽ പോയി നീ ഒളിച്ചാൽ നീയും നിന്റെ ഇച്ചാലും പെടും. ഈ ഫ്രെഡിക്കുട്ടനെ ഏതാന്ന് ജോസൂട്ടിയുടെ കൂടെയുള്ള പോലീസ് മാമൻ ചോദിച്ചപ്പോ ജോസൂട്ടി ഫ്ലാഷ് ബാക്കിലോട്ട് പോകും. അതായത് നെയ്യാശ്ശേരി എന്നൊരു അതിമനോഹരമായ ഗ്രാമത്തിൽ കൃഷിയും നാട്ടുകാർക്ക് 24/7 നന്മ സർവീസും ആയിട്ട് നടക്കുന്ന ഒരാളാണ് നമ്മുടെ ജോസേട്ടായി. നമ്മുടെ നാട്ടുകാരിലെ തോമസേ, നമ്മുടെ നാട്. ജോസേട്ടായിക്ക് വെറുപ്പിക്കൽ അൾട്രാ പ്രോ മാക്സ് ആയ ഒരു ഗേൾ ഫ്രണ്ട് കൂടിയുണ്ട്. വരട്ടെ, ഒന്ന് കയറി വന്നാലോ നാലേക്കാ. പൂക്കി ജോസും കാന്താരിയും ജീപ്പിൽ വരുമ്പോ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നു. നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ അതാകുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. അവിടെ വെച്ച് ഇവരെ രണ്ടുപേരെയും കാന്താരിയുടെ അച്ഛൻ പൊക്കും. എനിക്കൊരു അധ്യാപകനാണ്, എനിക്ക് വിശ്വാസമുണ്ട് ചായ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആംഗ്രി ഫ്രെഡി കാന്താരിയെ തടഞ്ഞു നിർത്തി ശല്യം ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ നമ്മുടെ ആഴ്ച കൊച്ചിനെ. അവിടെ അതാ നമ്മുടെ കാന്താരിയെ രക്ഷിക്കാൻ വേണ്ടി പൂക്കി ജോസേട്ടൻ എത്തി ഗൈസ്. ഈ ഫൈറ്റിന് ശേഷം നമ്മുടെ ആംഗ്രി ഫ്രെഡി ജോസേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കും. കഷ്ടിച്ച് രക്ഷപ്പെട്ട ജോസേട്ടൻ കൈക്ക് ബാൻഡേജ് ഇടുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് കുറച്ച് ചേട്ടന്മാരെ ഉപദ്രവിച്ച കാര്യം പറയണത്. ജോസേട്ടൻ പോയി കൊച്ചിനെ ഉപദ്രവിച്ച ഫ്രെഡിനെയും കൂട്ടരെയും തല്ലും. ജോസേട്ടന്റെ ഇടി വില്ലന്മാരൊക്കെ പറപ്പിക്കും ഗൈസ്. എന്നിട്ട് ഫ്രെഡിനെ കൂട്ടരെയും ജോസേട്ടൻ കവലെ പിടിച്ച് കെട്ടിയിടും. കൊല്ലേണ്ട ദൈവന്മാരെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. അങ്ങനെ ഫ്രെഡിയെ അറസ്റ്റ് ചെയ്യും. കേസ് അത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. ഒരു മൈനറായ പെങ്കൊച്ചിനെ സംഘം ചേർന്ന് ആക്രമിച്ച കേസ് അത്ര സ്ട്രോങ് ആക്കേണ്ട പോലെ. ഇത് എവിടുത്തെ ക്ലബ്ബാണ്? ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു 100,000 നന്ദി. എന്നതായാലും ട്രീസ കൊച്ചിനൊന്നും സംഭവിച്ചില്ലല്ലോ. അടിപൊളി. അതിനുശേഷം നമ്മുടെ ജോസേട്ടൻ അധ്യാപകനായിട്ട് ജോലി കിട്ടും. ബിരിയാണി വേണം കേട്ടോ, പക്ഷെ എനിക്ക് ഐസ്ക്രീം മസ്റ്റാ. ശരിയാക്കാം. അങ്ങനെ ജോസേട്ടൻ പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് പോയ സമയത്താണ് നാട്ടിൽ പ്രാഞ്ചി എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെടുന്നത്. ഈ പ്രാഞ്ചിക്ക് കുളം കുത്തുന്ന സമയത്ത് നന്നങ്ങാടി കിട്ടും. അതിലെ നിധിയെടുത്ത് പ്രാഞ്ചി നേരെ ബേബിച്ചേട്ടൻ, അതായത് ആംഗ്രി ഫ്രെഡിയുടെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. അങ്ങേരെ അത് കണ്ടിട്ട് 10,000 റുപ്പീസ് ഓഫർ ചെയ്യും. ബട്ട് പ്രാഞ്ചി ഓഫർ റിജക്ട് ചെയ്തുകൊണ്ട് ബേബിച്ചേട്ടൻ പ്രാഞ്ചിയെ തട്ടി ആ കല്ല് സ്വന്തമാക്കും. ഈ സംഭവത്തിന് ശേഷം നാട്ടിൽ ആകെ സീനാവും. നമ്മുടെ ജോസേട്ടനെയും ഫ്രണ്ട്സിനെയും എല്ലാരെയും പോലീസുകാരെ വിളിച്ച് ചോദ്യം ചെയ്യും. വീട്ടിലൊക്കെ ആകെ സീനായി. എന്റെ ഇനി ക്ലബിലേക്കൊന്നും പോകണ്ടെന്നാ പറഞ്ഞേക്കുന്ന. കൊല്ലേണ്ട ദൈവന്മാരെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇനി ക്ലബിലേക്കൊന്നും പോകണ്ടെന്നാ പറഞ്ഞേക്കുന്ന. കൊല്ലേണ്ട ദൈവന്മാരെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇനി ക്ലബിലേക്കൊന്നും പോകണ്ടെന്നാ പറഞ്ഞേക്കുന്ന. ഇതിനിടയിൽ മോളെ കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞ നമ്മുടെ കാന്താരിയുടെ അച്ഛൻ ജോസേട്ടന് സർക്കാർ ജോലി കിട്ടിയത് അറിഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കും. ജോസേട്ടൻ പ്രാഞ്ചി കൊലക്കേസിൽ സാക്ഷി പറഞ്ഞെന്നും പറഞ്ഞ് ആംഗ്രി ഫ്രെഡി ജോസേട്ടനെ കൊല്ലാൻ ഇലക്ഷൻ നടക്കുന്ന ടൈമിൽ കയറി വരും. A few moments later. എന്റെ പൊന്ന് സാറേ, പെട്ടെന്ന് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കായിരുന്നു പ്ലീസ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ.
അതിനുശേഷം നമ്മുടെ ജോസേട്ടനും കാന്താരിയും സന്തോഷത്തോടെ ജീവിക്കുന്നു. もう一回お手本見せるでこうやってあれともちゃんちゃんと割れてへんやんപിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. ഈ പടത്തിന്റെ എഡിറ്റർ ചന്ദനമഴ, പരസ്പരം പാരിജാതം, കുടുംബവിളക്ക്, കറുത്തമുത്ത്, കുങ്കുമപ്പൂവ് തുടങ്ങിയ മലയാള സീരിയൽസിന്റെ എഡിറ്റർ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്ക് ചുമ്മാ തമാശ. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന ഈ പടം തിയേറ്ററിൽ പോയി കണ്ടവർ പലരും ഇതിലും ഭേദം ജെട്ടിയിൽ കട്ടുറുമ്പ് കയറുന്നതായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിവേ, ഈ പടത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ പോയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. खत्म बाय बाय टाटा गुड बाय गया